ഹായ് ഓൾ, അസ്സാം വലൈക്കും വറഹമത്തല്ലാഹി വബറകാതുഹു. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ അത് ഈ വീഡിയോ തുടങ്ങുന്നതന്നെ നല്ല അടിപൊളി കാഴ്ചകളായിട്ടല്ലേ. അങ്ങനെ എൻ്റെ 5 വർഷത്തിൻ്റെ കാത്തിരിപ്പിനൊടുവിൽ അതേ നമുക്ക് പുതിയ ആൾക്കാരൊക്കെ കിട്ടിയിട്ടുണ്ട്. അതായത് നമ്മുടെ റംബുട്ടാൻ നന്നായിട്ട് ഇപ്രാവശ്യം കായ്ച്ചിട്ടുണ്ട്, അൽഹംദുലില്ലാ. അത് എന്താ പറയുക, നഷ്ടപ്പെടാതെ കുറേ ദിവസമായിട്ട് ഇങ്ങനെ നോക്കി നിൽക്കായിരുന്നു കേട്ടോ. അൽഹംദുലില്ലാ ഒരു ബാസ്ക്കറ്റോളം കിട്ടിയിട്ടുണ്ട്. അതിൽ നമ്മൾ നമ്മുടെ അമ്മാൻ്റെ വീട്ടിലേക്കും പിന്നെ ഇവിടെ എൻ്റെ നൈബേഴ്സിനും ഒക്കെ കൊടുത്തിട്ട് പിന്നെ നമ്മുടെ മക്കൾക്കൊക്കെ കഴിച്ച്. അപ്പോൾ നമ്മുടെ ചാനലിലേക്ക് ആരെങ്കിലും പുതിയതായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു വ്ളോഗാണ്. നമ്മുടെ രാവിലത്തെ ലഞ്ച് ബോക്സും പിന്നെ നാഷ്ടയ്ക്ക് നല്ല അടിപൊളി ഒരു കോംബോ കറിയൊക്കെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് ലഞ്ച് ബോക്സിലേക്ക് നമ്മുടെ വീട്ടിലുള്ള ഐറ്റംസൊക്കെ വെച്ചുകൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന പോലെ, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന പോലെ ഒരു റെസിപ്പിയാണ് ഇപ്പോൾ കാണിക്കുന്നത്. കുറച്ച് ഗ്രീൻ പീസ് ഉണ്ടായിരുന്നു ഫ്രോസൺ ആയത്. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ തലേ ദിവസം വെള്ളത്തിലിട്ട് വെച്ചാലും മതി. ഒരു ചെറിയൊരു കഷ്ണം ബട്ടർ പാത്രത്തിലേക്ക് ഇട്ടിട്ട് ഗ്രീൻ പീസും കൂടെ ഇട്ടിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കുരുമുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ മുട്ടയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. മുട്ട ഉണ്ടാവണം നിർബന്ധമൊന്നുമില്ല, മുട്ട ഇല്ലാതെ ഇത് ഉണ്ടാക്കാനായിട്ട് പറ്റും. അപ്പോൾ ഞാനൊരു 5-6 മുട്ട ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ, ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതേ സംഭവം റെഡി ആയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ 5 മിനിറ്റിൽ നമുക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റും. നല്ല കളർഫുള്ളായിട്ടുള്ള ലഞ്ച് ബോക്സ് കുട്ടികൾക്ക് കൊടുക്കണം, നല്ല ഹെൽത്തി ആയിട്ടുള്ളത് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഒരുപാട് സാധനത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇതുപോലെ കിട്ടിയത് വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റും കേട്ടോ. ഇനിയിപ്പോൾ അടുത്തത് ഒരു പൊമഗ്രനേറ്റ് ഉണ്ടായിരുന്നു, അനാറ്, അത് എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഡ്രാഗൺ ഫ്രൂട്ട് കഴിച്ചതിൻ്റെ ബാക്കി പകുതി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും കൂടെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. കുട്ടികൾക്ക് ഇങ്ങനെ കളർഫുള്ളായിട്ട് കാണുമ്പോൾ കഴിക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമുണ്ടാവും. പിന്നെ എപ്പോഴും നമ്മൾ കുട്ടികൾക്ക് ഫുഡൊക്കെ കൊടുത്തയക്കുമ്പോൾ ഫ്രൂട്ട്സും അതുപോലെ വെജിറ്റബിൾസും ഫൈബറും ഒക്കെ അടങ്ങിയ ഫുഡ് വേണം അവരുടെ ഡയറ്റിൽ നമ്മൾ ഇൻക്ലൂഡ് ആക്കാനും വേണ്ടിയിട്ട് കേട്ടോ. ഇന്നത്തെ ദിവസം ഞാൻ കൂടുതൽ എന്താ പറയുക പണിയെടുത്ത് ഒരുപാട് സാധനങ്ങളൊന്നും ഉണ്ടാക്കാൻ നിന്നിട്ടില്ല. സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയത് കാണിക്കുത്താന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നില്ലേ. അപ്പോൾ ഇതൊരു സിമ്പിൾ ലഞ്ച് ബോക്സ് റെസിപ്പീസിൽ ഇൻക്ലൂഡ് ആക്കിയ, അതും കുട്ടികൾക്ക് ഹെൽത്തി ആയിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ. സാധാ വൈറ്റ് റൈസാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അതിലേക്ക് എന്തെങ്കിലും ഉള്ളിയോ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ക്യാരറ്റ് റൈസ് അങ്ങനെയൊക്കെ അല്ലേ ഉണ്ടാക്കുക. ഇത് വെറും വൈറ്റ് റൈസ്. പക്ഷേ കുട്ടികൾക്ക് അത് കഴിക്കാൻ ഇൻട്രസ്റ്റിംഗ് ആവാനും വേണ്ടിയിട്ട് ഒരു സംഭവം കൂടെ ലാസ്റ്റ് നമ്മൾ വൈറ്റ് റൈസിൽ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അത് കുട്ടികളുടെ ബുദ്ധിശക്തി വളർച്ച അതുപോലെയുള്ള സംഭവങ്ങൾക്കൊക്കെ ഹെൽപ്പ് ചെയ്യുന്നൊരു സംഭവം കൂടിയാണ്. അപ്പോൾ നമ്മുടെ റെസിപ്പീസൊക്കെ ഇഷ്ടമാവുന്നുണ്ട്, നിങ്ങൾ ട്രൈ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ജസ്റ്റ് കാണുന്നുണ്ട്, എന്താണ് നിങ്ങൾ ചെയ്യുക എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമൻറ്റിൽ പറയണം. ട്രൈ ചെയ്യുന്നവർ ട്രൈ ചെയ്യാറുണ്ടോയെന്നോ, നന്നായിട്ടുണ്ടെന്നോ നന്നായിട്ടില്ലയെന്നോ, അല്ലെങ്കിൽ കാണാനും മാത്രമാണ് ഇഷ്ടം, എന്താണെന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് അഭിപ്രായം പറയണം. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ്. വൈറ്റ് റൈസ് മാത്രമാണെന്നുണ്ടെങ്കിൽ അതിലേക്ക് ചെറിയൊരു കഷ്ണം ബട്ടറും കൂടെ ഇട്ട് കൊടുക്കുക. ചൂടോടെയുള്ള ചോറിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ആ ചോറിൽ അത് അലിഞ്ഞ് ചേരുമ്പോൾ കുട്ടികൾ ടിഫിൻ ബോക്സ് തുറക്കുമ്പോൾ തന്നെ നല്ല മണവും അവർക്ക് കഴിക്കാനും ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവും കേട്ടോ. പിന്നെ അതുപോലെ ബുദ്ധിശക്തി കൂട്ടാനും കുട്ടികൾക്ക് ഡെയിലി കുറച്ച് ബട്ടർ കൊടുക്കുന്നത് നല്ലതാണ്. പാലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. മോരുണ്ടാക്കിയിട്ടൊന്ന് കുലുക്കിയെടുത്ത് കഴിഞ്ഞാൽ ബട്ടർ കിട്ടും കേട്ടോ. പിന്നെ ഇതേ നമ്മുടെ ഗ്രീൻ പീസും എഗ്ഗും കൂടിയുള്ള ആ ഒരു കറിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. കറിയല്ല, കൂട്ടാന്നാണ് ഇവിടെ പറയുക. പിന്നെ ഫ്രൂട്ട്സ് ആയിട്ട് ആ പൊമഗ്രനേറ്റ് കുറച്ച് ചെറിയൊരു കഷ്ണം ഉണ്ടാവുള്ളൂ കേട്ടോ. ഇതൊന്നും ഒരുപാട് ക്വാണ്ടിറ്റി അല്ല, അവർക്ക് കഴിച്ചു കഴിഞ്ഞാൽ ഓക്കെ എന്ന് തോന്നുന്ന രീതിയിൽ അത്ര മാത്രമേ കിട്ടുള്ളൂ. ഫ്രൂട്ട്സ് ആണെങ്കിലും വെജിസ് ആണെങ്കിലും ചോറാണെങ്കിലും ഒക്കെ. പിന്നെ ഡ്രാഗൺ ഫ്രൂട്ടും കൂടെ ഇതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മൊത്തത്തിൽ നമുക്കിങ്ങനെ കാണുമ്പോൾ ഉണ്ടല്ലോ വൈറ്റ്, റെഡ്, പിന്നെ ഗ്രീന്, മൊത്തത്തിലൊരു കളർഫുള്ളായിട്ടില്ലേ, നല്ല രസമല്ലേ. പിന്നെ നമ്മളൊരു ഫ്രൂട്ട് പിക്കറും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതേ മക്കൾ പതിവ് പോലെ ഇന്നത്തെ ലഞ്ച് ബോക്സ് എന്താണെന്ന് ചെക്ക് ചെയ്യാനും വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. അവർക്കിങ്ങനെ കാണുമ്പോൾ ഭയങ്കര ഹാപ്പി ആയിരിക്കും, ഇന്ന് അടിപൊളിയാവും എന്നിട്ട്. ചുച്ചുക്കുട്ടി റെഡി ആയിട്ടുണ്ടായിരുന്നില്ല. ചുച്ചുക്കുട്ടി എപ്പോഴും ഞാൻ കുളിപ്പിക്കാനും വേണ്ടിയിട്ട് ഞാൻ തന്നെ അവൾക്കെല്ലാം ചെയ്ത് കൊടുക്കണം. ഒരു പാമ്പറിങ് ഒരുപാട് ആഗ്രഹിക്കുന്ന കുട്ടിയാണ് കേട്ടോ. ഹെയ്സ് പക്ഷെ അങ്ങനെയല്ല, കരച്ചിലിന് യാതൊരു കുറവുമില്ല. പക്ഷേ നമ്മളൊന്ന് സോപ്പിട്ട് കഴിഞ്ഞാൽ ഓക്കെ ശരി അമ്മി ഞാൻ തന്നെ ചെയ്യാമെന്ന് പറയും. പക്ഷേ ചുച്ചു ഭയങ്കര വാശിയാണ് കേട്ടോ. ഏറ്റവും പാവം മോള് ചുച്ചുമായിരുന്നു, പക്ഷേ ഇപ്പോൾ ഏറ്റവും വാശി അവൾക്കാണ്. അപ്പോൾ ഈ ലഞ്ച് ബോക്സ് എല്ലാം സെറ്റാക്കി വെക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ അടുത്ത പുതിയ ഒരു 3 അതിഥികളെയും കൂടെ കാണിച്ചു തരാം. എന്നിട്ട് ഇന്നത്തെ നാഷ്ടക്ക് എന്താ ഉണ്ടാക്കുന്നത്, അതിൻ്റെ കറി എന്താണ് എന്നുള്ളതും കൂടെ ജസ്റ്റ് ഒന്ന് റെസിപ്പി നല്ല അടിപൊളി ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. അതും കൂടെ നോക്കിയിട്ട് വായോ.
അപ്പോൾ ഇതാണ് നമ്മുടെ വീട്ടിലേക്ക് വന്ന പുതിയ അതിഥികൾ. നമ്മുടെ അഗാരോൻ്റെ കാസ്റ്റ് അയൺ പാത്രങ്ങളാണ് കേട്ടോ. നല്ല അടിപൊളി സംഭവങ്ങളാണ്, ഞാൻ കാണിച്ചു തരാവേ. ഈ ഒരെണ്ണം വന്നിട്ട് കാസ്റ്റ് അയണിൻ്റെ പ്രീ സീസൺഡ് പാത്രമാണ്. മറ്റ് രണ്ടെണ്ണം വന്നിട്ട് ഇനാമിൽഡാണ് കേട്ടോ. അപ്പോൾ ഇതിൽ ഇതുപോലെ ഒരു ഹാൻഡിൽ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. കാസ്റ്റ് അയണിൻ്റെ ഗുണം എന്താണെന്നറിയോ, നമ്മൾ ഒരിക്കൽ വാങ്ങിച്ചു കഴിഞ്ഞാൽ ലൈഫ് ടൈം നമുക്കത് ഒരു കേടുകൂടും ഇല്ലാതെ നല്ല സ്ട്രോങ് ആയിട്ടുണ്ടാവും. നമ്മുടെ മക്കൾക്ക് വേണമെങ്കിൽ കൈമാറാം കേട്ടോ. ഇത് വന്നിട്ട് 26 സെൻറ്റിമീറ്റർ വിഡ്ത്ത് വരുന്നൊരു പാത്രമാണ്. നമുക്ക് ഇത് വന്നിട്ട് നോൺ സ്റ്റിക്കിന് പകരം ഹെൽത്തി ആയിട്ട് അയൺ റിച്ച് ഫുഡ് കഴിക്കാൻ അതിലുണ്ടാക്കിയാൽ മതി. പിന്നെ ഈ ഒരു പാത്രം സോസ് പാനാണ്, ഇനാമിൽഡാണ്. ഇത് നമുക്ക് കുക്ക് ചെയ്യാൻ മാത്രമല്ല, കുക്ക് ചെയ്തതിന് ശേഷം സാധനങ്ങൾ നല്ല ഹോട്ടായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് സെർവ് ചെയ്യുമ്പോൾ നമ്മൾ ടേബിളിലൊക്കെ വയ്ക്കില്ലേ, അതിനും ഉപയോഗിക്കാൻ പറ്റിയ നല്ല അടിപൊളി ഭംഗി തന്നെ കണ്ടില്ല, അടിപൊളിയാണ് കേട്ടോ. നല്ല അടിപൊളി ഒരു റോയൽ കളറും കൂടിയാണ് ഇത്. ഇങ്ങനത്തെ ഒരു പാത്രം കുക്കിങ്ങും അതേപോലെ സെർവ് ചെയ്ത് ഹോട്ടായിട്ടിരിക്കാനും ഉപകാരപ്പെടും. ഇതൊരു ഡച്ച് ഓവനാണ്, കാസ്റ്റ് അയണിൻ്റെ തന്നെ ഇനാമിൾഡ് റോയൽ ബ്ലൂ കളറാണ്. നല്ല ഹാൻഡിലൊക്കെ നല്ല അടിപൊളി സംഭവമാണ് കേട്ടോ. ഉള്ളിൽ ഇതുപോലെയാണ് ഉണ്ടാവുക. എനാമൽ ആയതുകൊണ്ട് തന്നെ നമ്മൾ സ്ക്രബ്ബർ കൊണ്ട് വാഷ് ചെയ്യേണ്ട, അതിന് പകരം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സംഭവങ്ങൾ കൊണ്ട് നമുക്ക് വാഷ് ചെയ്യാനായിട്ട് പറ്റും. ഇതും അതുപോലെ നമുക്ക് കുക്ക് ചെയ്തിട്ട് സെർവ് ചെയ്യാൻ നല്ല ചൂട് കുറേ നേരം നിൽക്കും കേട്ടോ. ഇതിനകത്ത് നമ്മൾ സാധനങ്ങൾ വെച്ചാലും ഒരു ഹോട്ട് ബോക്സ് പോലെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. നല്ല വെയിറ്റ് ഉണ്ട്, നല്ല ഭംഗിയാണ്. നോൺ സ്റ്റിക്ക് പോലെ ഒന്നും ഒട്ടാതെ വരും. നമുക്കിത് സീസൺ ചെയ്യേണ്ട ആവശ്യമോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ. ഇനിയിപ്പോൾ അടുത്തത് നമ്മുടെ കാസ്റ്റ് അയണിൻ്റെ ഈ ഒരു സീസണിങ് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ ഓയിൽ വെച്ചിട്ട് തേച്ചിട്ട് നന്നായിട്ട് ഒരു 5-6 പ്രാവശ്യം ഓയിൽ വെച്ചിട്ട് ഈ ചൂടാക്കി കഴിഞ്ഞാൽ സീസൺഡ് ആവും. ഇത് നമുക്ക് അയൺ റിച്ച് ഫുഡ് കഴിക്കാനൊക്കെ ഉപകാരപ്പെടും. പിന്നെ അതുപോലെ ഇതിൽ നമ്മൾ എന്തെങ്കിലും കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ, എരിവുള്ളൊക്കെ കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ട്രാൻസ്ഫർ ചെയ്താൽ മാത്രം മതി, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. അതുപോലെ വാഷ് ചെയ്യുമ്പോൾ കുറച്ച് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, അത് ഞാൻ പറഞ്ഞുതരാവേ. അപ്പോൾ ഞാനിപ്പോൾ രാവിലത്തേക്കുള്ള ദോശയ്ക്കുള്ള നല്ല അടിപൊളി ചെമ്മീൻ സ്റ്റൂ ആണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. പുതിയ പാത്രത്തിൽ ഉണ്ടാക്കുന്നതിൻ്റെ ആ ഒരു സന്തോഷമാണ് കേട്ടോ. ഓയിൽ കുറച്ച് സ്പ്രേ ചെയ്തതിന് ശേഷം ഉള്ളിയും തക്കാളിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ക്യുക്കറിയുടെ ഈ ഒരു പേസ്റ്റാണ് എടുക്കുന്നത്. നമുക്ക് രാവിലെ ഇപ്പോൾ ഭയങ്കര തിരക്കായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ സംഭവം ഭയങ്കര ഹെൽപ്ഫുള്ളാണ് കേട്ടോ. അപ്പോൾ ആ ഒരു പേസ്റ്റിൽ തന്നെ എല്ലാ മസാലയും ഉണ്ട്. ആ മസാല ഇട്ടിട്ട് പിന്നെ ആ കവർ മൊത്തത്തിൽ നമ്മൾ വെള്ളമൊഴിച്ച് അതിൻ്റെ എല്ലാം ഊറ്റിയെടുത്തേ. എന്നിട്ട് ആ വെള്ളമൊക്കെ അതിൽ ഒഴിച്ചു കൊടുത്തിട്ട് ഇനിയിപ്പോൾ ഒരു കുഞ്ഞ ചെമ്മീനില്ലേ അതുണ്ടായിരുന്നു, അപ്പോൾ അതിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ രാവിലെ ഒരു കോംബോ റെസിപ്പി എന്ന നിലക്ക് ദോശയും ഈ ഒരു ചെമ്മീൻ സ്റ്റൂ ആണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഇനിയിപ്പോൾ ഈ ഒരു പരുവം വരുമ്പോൾ ചെമ്മീനൊക്കെ വെന്ത് കളർ മാറുമ്പോൾ നല്ല തിക്കായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന തേങ്ങാപ്പാലില്ലേ അതും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. തേങ്ങാപ്പാൽ ഒഴിക്കണം നിർബന്ധമൊന്നുമില്ല, അല്ലെങ്കിൽ തന്നെ നന്നായിരിക്കും. ഞാൻ കുറച്ച് ക്വാണ്ടിറ്റി കൂടുതൽ നമുക്ക് വേണമല്ലോ, അതിന് വേണ്ടിയിട്ട് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് ലാസ്റ്റ് കുറച്ച് നമ്മൾ മല്ലിയിലയും കൂട്ടിയിട്ട് നന്നായിട്ട് ഒന്ന് ഗാർണിഷ് ചെയ്ത് കൊടുക്കുക. ഇത്ര മാത്രം പണിയുള്ളൂ. നമ്മുടെ രാവിലത്തെ സ്റ്റൂ പണി കഴിഞ്ഞിട്ടുണ്ട്. ഏറ്റവും ലാസ്റ്റ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രം ഒരു ചെറിയൊരു കഷ്ണം ബട്ടർ ഇട്ട് കൊടുക്കുക. ബട്ടർ ഇടുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് എൻഹാൻസ് ചെയ്യാനോ അതിൻ്റെ ഒരു ഫ്ലേവർ എൻഹാൻസ് ചെയ്യാനും വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. ലാസ്റ്റ് ഒന്നും കൂടെ മല്ലിയില ഇട്ടതേ ഞാൻ സ്റ്റവ് ഓഫ് ചെയ്യുന്നുണ്ട്. ഓഫ് ചെയ്ത് കഴിഞ്ഞാലും കുറേ നേരം ഇങ്ങനെ ചൂട് നിൽക്കും, കണ്ടില്ലേ, ഹീറ്റ് അങ്ങനെ നിൽക്കും കേട്ടോ. എന്നിട്ട് നമുക്ക് സെർവ് ചെയ്യാം. പെട്ടെന്ന് തന്നെ പാത്രം മാറ്റുക. എന്നിട്ട് അതുപോലെ വാഷ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുമ്പോൾ, ഒരുപാട് നേരം സിങ്കിലിട്ട് വെക്കാതെ പെട്ടെന്ന് തന്നെ നമ്മൾ ഒരു ചെറിയ ചൂടുള്ള സമയത്ത് തന്നെ വാഷ് ചെയ്തിട്ട് എണ്ണ തേച്ച് ചൂടാക്കി എടുത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേ കാലം ഈ സാധനം റസ്റ്റ് പിടിക്കാതെയൊക്കെ നിൽക്കും കേട്ടോ. പിന്നെ അതുപോലെ നമ്മൾ കഴിക്കുമ്പോൾ അത്രയും ഹെൽത്തി ആയിട്ടുള്ള ഫുഡായിരിക്കും നമ്മളിത് ഉണ്ടാക്കുമ്പോൾ. ഇപ്പോൾ നോൺ സ്റ്റിക്ക് പോലെയുള്ള പാത്രങ്ങളുടെ ബുദ്ധിമുട്ട്, അതിൻ്റെ കോട്ടിങ് പേർന്ന് വരിക, അതുപോലത്തെ സംഭവങ്ങളൊന്നുമില്ല കേട്ടോ. നാച്ചുറലി നോൺ സ്റ്റിക്ക് പോലെയുള്ളതാണ് ഈ ഒരു കാസ്റ്റ് അയൺ പാത്രങ്ങൾ. അപ്പോൾ ഇതാണ് നമ്മുടെ കോംബോ റെസിപ്പി റെഡി ആയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഈ പാത്രങ്ങൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ വാങ്ങാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കുന്നുണ്ട് കേട്ടോ. ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ഒക്കെ അവൈലബിൾ ആണ്. ദോശയ്ക്കൊക്കെ എപ്പോഴും നമ്മൾ ചമ്മന്തിയോ ചട്നിയോ ഒക്കെ ആക്കണേനേക്കാളും ഇതുപോലെ ആക്കുകയാണെങ്കിൽ ഇവിടെ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, അങ്ങനത്തെ കറികളൊക്കെ കൂട്ടിയിട്ട് കഴിക്കാനും വേണ്ടിയിട്ട്. അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് പുറകെ നടന്ന് ഇങ്ങനെ വാരി കൊടുക്കേണ്ട ആവശ്യമില്ല. അവരെന്നെ ഒരെണ്ണത്തിന് 3-4 കഴിച്ചോളും. അപ്പോൾ ജസ്റ്റ് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. മസാല ഇതന്നെ വേണമെന്നില്ല, നിങ്ങളുടെ വീട്ടിലുള്ള മസാല ഇട്ടിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ഈസിയാണ് കേട്ടോ നമുക്ക് ചെയ്യാൻ. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഒന്ന് ടേസ്റ്റ് നോക്കിയതാണ്, സംഭവം അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഇക്കാക്കും കുട്ടികൾക്കൊക്കെ കൊടുക്കണം. അപ്പോൾ മക്കൾ പോകാനും വേണ്ടിയിട്ട് റെഡി ആയിട്ടുണ്ട്. ഇത് ആക്ച്വലി കുറച്ച് ദിവസം മുമ്പ് നമ്മൾ ഷൂട്ട് ചെയ്ത് വെച്ച വീഡിയോ ആയിരുന്നു.
അപ്പോൾ അതേ കിച്ചൻ്റെ പണികളൊക്കെ അപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ വിചാരിച്ച പോലെ എല്ലാ കാര്യങ്ങളും നടക്കൂലല്ലോ. പഠിച്ചോൻ്റെ ഓരോ കളികൾ എന്ന് പറഞ്ഞ പോലെ ഒരുപാട് തിരക്കുകളായതുകൊണ്ട് തന്നെ ഞാൻ ശരിക്കും പറഞ്ഞപ്പോൾ വോയിസ് ഓവർ കൊടുക്കുന്നതിൻ്റെ 2 ദിവസം മുമ്പ് നമ്മൾ വയനാട് പോകണം, ആ സാധനങ്ങളൊക്കെ ഏൽപ്പിക്കണം എന്ന് വിചാരിച്ചതായിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ ആ ദിവസം നമുക്ക് പോകാനായിട്ട് പറ്റിയില്ല എന്ന് മാത്രമല്ല, അവിടെ ഒരു പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ ആ പരിപാടിയിൽ പോയിട്ട് അവിടെ നിന്ന് അർഹതപ്പെട്ട കുടുംബങ്ങളെ നേരിട്ട് കണ്ടെത്തി നമ്മൾ പാത്രങ്ങളൊക്കെ ഏൽപ്പിക്കാനായിരുന്നു നമ്മുടെ ഒരു പ്ലാൻ. പക്ഷേ ആ പരിപാടി ക്യാൻസലാക്കിയതുകൊണ്ട് ഇനിയിപ്പോൾ അടുത്ത ഏതെങ്കിലും ദിവസമായിരിക്കും. ഞാൻ എൻ്റെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഇതൊക്കെ ഒന്ന് തീർത്ത് സമാധാനത്തിൽ പോകാമെന്ന് വിചാരിച്ചതായിരുന്നു. പക്ഷെ അത് നടന്നില്ല. അപ്പോൾ എന്തായാലും ഇൻഷാ അല്ലാഹ് ഇനിയൊരു ദിവസത്തേക്ക് അത് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതേ അങ്ങനെ ആ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ അലക്കലിൻ്റെ ഒരു സംഭവങ്ങളാണ്. ഇതേ കണ്ടില്ലേ, ഇതുപോലെ നിങ്ങളുടെ വീട്ടിലുണ്ടാവും. അലമാറിൻ്റെ പുറത്ത് ഇതുപോലെ മൊത്തം തുണികളും ഇങ്ങനെ ഹാങ് ചെയ്ത് ഇടും. പിന്നെ നമ്മൾ പോയിട്ടൊക്കെ തപ്പുമ്പോൾ ഒരു 10-15 അത്രയുമില്ല എങ്കിലും ഒരു 5-6 ഷർട്ടും 5-6 പാൻറ്റും ഒക്കെ എപ്പോഴും സ്റ്റോക്ക് ആയിട്ടുണ്ടാവും. നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ പറയും നിന്നെ കൊണ്ടാരാ എടുക്കാൻ പറഞ്ഞത്, അതൊക്കെ ഞാൻ നോക്കിക്കൂടെയെന്ന്. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പറയും അല്ലെങ്കിലും എൻ്റെ തുണിയൊന്നും തിരുമ്പാൻ ആർക്കും വിടുന്നില്ലല്ലോ. പിന്നെ ഞാൻ രണ്ടും കൽപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങയുടെ വീട്ടിൽ ഇങ്ങനെ തന്നെ ആയിരിക്കും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അപ്പോൾ അതേ എല്ലാം പിന്നെ ഇല്ലേ നമ്മുടെ അപ്പുറത്തെ സൈഡ് അലക്കാനൊന്നും പറ്റാതെ വാഷിംഗ് മെഷീൻ മൊത്തം എല്ലാം അലമ്പ ഞാൻ പറഞ്ഞില്ല, അവിടെ മൊത്തം ഇടിച്ച് പൊളിച്ചെല്ലാം നാശമായിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ തുണികൾ നന്നായിട്ട് കൂടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വാഷിംഗ് മെഷീനിൽ ഉള്ളിലെ വാഷിംഗ് മെഷീനിൽ ആണ് ഇപ്പോൾ മൊത്തത്തിലും കുറേശ്ശായിട്ട് ഇട്ടെടുക്കുന്നത്. ഇതിൽ മൊത്തത്തിൽ നമുക്ക് ഇടാനും പറ്റൂലല്ലോ. അപ്പോൾ അങ്ങനെ ഈ വാഷിംഗ് മെഷീനിൽ കുറേശ്ശായിട്ട് അങ്ങനെ ഇട്ടെടുക്കുകയാണ് കേട്ടോ. പിന്നെ യൂണിഫോം ഒന്നും നമുക്ക് തിരുമ്പാതിരിക്കാനും പറ്റൂല. അപ്പോൾ ഇനി തിരുമ്പൽ, പിന്നെ അത് കഴിഞ്ഞിട്ട് ഫുഡ് ഉണ്ടാക്കൽ ഒക്കെ ആയിട്ട്. പിന്നെ താത്ത ലീവാണ്, കുറച്ച് ദിവസം നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വരുന്ന താത്ത ഒരാഴ്ചയൊക്കെ ലീവാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറേ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ ഇന്നത്തെ ദിവസം അമ്മ പറഞ്ഞു, അതായത് വോയിസ് ഓവർ കൊടുക്കുന്ന ദിവസം അമ്മ പറഞ്ഞ് ശരി അവിടുത്തെ താത്താനെ തൽക്കാലം ഹെൽപ്പ് ചെയ്യാനായിട്ട് പറഞ്ഞേക്കാന്ന് പറഞ്ഞിട്ട് ആ താത്ത നമ്മളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാലും എന്തായാലും ലൈക്ക് ചെയ്യണം. പിന്നെ അതുപോലെ നിങ്ങളുടെ എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും പുതിയ റെസിപ്പി ഐഡിയ ലഞ്ച് ബോക്സിനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരാം കേട്ടോ. എനിക്കും തലേ ദിവസം ഇരുന്ന് ഇങ്ങനെ ആലോചിക്കണ്ടല്ലോ, നിങ്ങൾ പറഞ്ഞു തരുമ്പോൾ നമുക്കൊരു ഐഡിയ ഒക്കെ കിട്ടും. പിന്നെന്താ ഇത്രയൊക്കെയാണ് കേട്ടോ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൂടാതെ നമ്മളെ ഹെൽപ്പ് ചെയ്യാനും വേണ്ടിയിട്ട് നമ്മുടെ അസിസ്റ്റൻറ്റ് ഇച്ചുലു ബേബിയും കൂടെ തന്നെ ഉണ്ട്. എന്താണ് ചോദിച്ചപ്പോൾ ഇത് ഷോളാണ്, തീരുമാൻ വേണ്ടി വന്നത് ഇത്ര അവൾ. അപ്പോൾ അവളുടെ ഹെൽപ്പും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയാണ് ഉള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ കാണുന്നവർ ഇൻഷാ അല്ലാഹ് ബൈ ബൈ, ടേക്ക് കെയർ, അസ്സലാമു അലൈക്കും.